ഹലോ കൂട്ടുകാരെ, നമുക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് വെറൈറ്റി ആയിട്ടുള്ള ഒരു മുന്തിരി വൈൻ തയ്യാറാക്കിയാലോ. ഇതിനകത്തേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുന്തിരിയും ഡേറ്റ്സും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള മുന്തിരി വൈൻ കിട്ടുന്ന റെസിപ്പി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. മിക്സ്ഡ് ഫ്രൂട്ട് വൈൻ, അങ്ങനെ പല റെസിപ്പികളും ഉണ്ട്. അപ്പോൾ കാണാത്തവരതൊക്കെ കാണാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മുന്തിരി വൈൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണിയോ അതുപോലെ ഗ്ലാസ് ജാറോ എടുക്കാം. എന്ത് തന്നെ ആയാലും ആ ഗ്ലാസ് ജാറ് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് മുന്തിരി വൈൻ കെട്ടണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ നമ്മളുടെ മുന്തിരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുന്തിരി പല പ്രാവശ്യം നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ചെടുത്ത് അതും ഡ്രൈ ആക്കി തന്നെ വെക്കണം കേട്ടോ. അതും പ്രത്യേകം നോക്കണം. ഇതിൽ ഈർപ്പൊന്നും പാടില്ല. അപ്പോൾ ഞാനിതിവിടെ ഈ ഗ്ലാസ് ജാറാണെങ്കിലും മുന്തിരി ആണെങ്കിലും നന്നായിട്ട് തന്നെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്തിരിയുടെ കാര്യം പറഞ്ഞാൽ മുന്തിരി നമ്മൾ വൈൻ കെട്ടുന്ന മുന്തിരി തന്നെ മേടിക്കുക. നല്ല ഡാർക്ക് ആയിട്ടുള്ളതും അതുപോലെ കുരുവുള്ള മുന്തിരി നോക്കി സെലക്ട് ചെയ്യണം. ഇതുപോലെ ഉരുണ്ടിരിക്കുന്ന ടൈപ്പിലുള്ള മുന്തിരി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുന്തിരി 2 കിലോയാണ്. അപ്പോൾ 2 കിലോ മുന്തിരിക്കുള്ള അളവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈന്തപ്പഴവും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. മിക്സിയുടെ ജാർ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി തുടച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുത്തിരിക്കണം. അതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 1 കിലോ മുന്തിരിക്ക് 3/4 കിലോ പഞ്ചസാര എന്ന അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് സാധാരണ രീതിയിൽ നമ്മൾ 1 കിലോ മുന്തിരിക്ക് 3/4 കിലോ പഞ്ചസാര. അപ്പോൾ നമ്മളിവിടെ ഈന്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ 1/4 കിലോ പഞ്ചസാര കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് നമുക്കൊരു 1.25 കിലോ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ 2 കിലോ മുന്തിരിക്ക് നമുക്ക് 1.25 കിലോ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് മുന്തിരിയും അതുപോലെ തന്നെ പഞ്ചസാരയും കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ മുന്തിരി ഒന്ന് പൊട്ടിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുന്തിരിയുടെ ഉള്ളിലെ കുരു പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ അത് അത്രയും നന്നായിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് ആ മുന്തിരി ഒന്ന് പൊട്ടി വരണം. അല്ലാതെ അതിൻ്റെ ഉള്ളിലെ സീഡ് പൊട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് എല്ലാം മുന്തിരിയും പഞ്ചസാരയും കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിരിക്കുന്ന എല്ലാ മുന്തിരിയും പഞ്ചസാരയും ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈന്തപ്പഴമാണ്. നമ്മൾ നേരത്തെ ഒരു 1/4 കപ്പ് പഞ്ചസാര മാറ്റി വെച്ചില്ലേ, അതിന് പകരമായിട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആ 1/4 കപ്പിൽ കുരു കളഞ്ഞ് ഈന്തപ്പഴം, നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം നമുക്ക് ആ 1/4 കപ്പിൽ നമുക്ക് എടുത്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഈന്തപ്പഴം ഒന്ന് കട്ടയായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് നല്ലതുപോലെ ഈ മുന്തിരിയായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പ്, അതായത് സൂചി ഗോതമ്പില്ലേ, ആ സൂചി ഗോതമ്പിൻ്റെ നുറുക്കാണ് കേട്ടോ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മുഴുവൻ സൂചി ഗോതമ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ 1/3 കപ്പ് ഇല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് കുറച്ച് മസാലകൾ വേണം. അതായത് കരയാമ്പ് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഒരു 15 കരയാമ്പ് ഇടുക. അതുപോലെ തന്നെ പട്ട ഒരു 3-4 കഷ്ണം. ഈ 2 മസാലകളാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പം കരയാമ്പ് കുറച്ച് കൂടുതലായിട്ട് ഒരു 15 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വൈന് നല്ല ഒരു വീര്യവും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് കൊണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ വൈൻ ഞാനിവിടെ കെട്ടിവെക്കുന്നത് 21 ദിവസത്തേക്കാണ് കേട്ടോ. 21 ദിവസം ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ തയ്യാറായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. വെള്ളം ചേർക്കേണ്ടത് 2 കിലോ മുന്തിരി അല്ലേ, അപ്പോൾ 1 കിലോ മുന്തിരിക്ക് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിൽ 2 ലിറ്റർ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ലിറ്റർ വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങയാണ്.
നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആ കുരു കളഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നാരങ്ങയും കൂടി ചേർത്താലേ നമ്മളെ വൈൻ നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ വൈൻ കെട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇതേ നമുക്ക് തയ്യാറാക്കാം. 21 ദിവസം കൊണ്ട് നല്ല അടിപൊളി വൈൻ കിട്ടും കേട്ടോ. നല്ല വീര്യമുള്ളതും നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി നമ്മളിത് ഇന്ന് ഇപ്പോൾ ഏത് സമയത്താണോ നമ്മൾ ഇന്നിപ്പോൾ ഒരു 10 മണിക്കാണ് വൈൻ തയ്യാറാക്കിയെങ്കിൽ പിറ്റേ ദിവസം 10 മണിക്ക്, അങ്ങനെ 3 ദിവസം അടുപ്പിച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 21 ഡേയ്സിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വൈൻ തയ്യാറാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഗ്ലാസ് ജാറിൽ തയ്യാറാക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലിഡ് നന്നായിട്ട് അടച്ച് ക്ലോസ് ചെയ്ത് ഭയങ്കര ടൈറ്റിൽ വെക്കരുത്. കുറച്ചൊന്ന് ലൂസാക്കി വെക്കുക. അതിനുശേഷം ഒരു തുണി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. നമ്മുടെ ഇതിലേക്ക് നന്നായിട്ട് പ്രകാശമൊന്നും അടിക്കാത്ത രീതിയിൽ കുറച്ചൊന്ന് ഇരുട്ടുള്ള റൂമിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള വൈൻ കിട്ടും കേട്ടോ. അതുപോലെ കുറച്ച് സ്പേസ് വേണം. നമ്മുടെ ഈ മുന്തിരി വൈനിന് കുറച്ച് സ്പേസ് വേണം. നിറച്ചിടരുത്. ചെറിയ ബോട്ടിലാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 21 ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ വൈൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.